ഇനി നമുക്ക് ഒരു ചക്ക എരിശ്ശേരി ഉണ്ടാക്കാം. അതിനായി ചെറുതായി അരിഞ്ഞ ചക്കച്ചുളകൾ, ചെറുതായി അരിഞ്ഞത്, കുരു ഒന്ന് ചതച്ചത്, ഇത് നമുക്ക് ഒരു കുക്കറിൽ ഇടാം. ചക്കച്ചുളകൾ ആദ്യം ഇട്ട് കുരു എല്ലാം ഒന്നിച്ചിട്ട് ഇടാം. നമുക്ക് ഇനി നമുക്ക് അല്പം ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പ് ഒന്നിടാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ തന്നെ ഇടാം, ഒന്ന് കളറ് കിട്ടണമല്ലോ. ഇനി മുളക് പൊടി 1 സ്പൂണ്, എരിവിന് വേണ്ടി മുളക് പൊടി. ഇനി കുരുമുളക് പൊടി 1 സ്പൂൺ തന്നെ ഇടാം. കുരുമുളക് പൊടി മെയിൻ ആവശ്യമാണ്. ഇനി അല്പം വെള്ളവും ഒഴിച്ച് നമുക്കിത് 2 വിസിലാവുന്നത് വരെ ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഇനി അടുപ്പ് സ്റ്റൗ ഓണാക്കി 2 വിസിലാവുന്നത് വരെ നമുക്ക് വേവിക്കാം. ചക്ക വെന്തിട്ടുണ്ട്. നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ചക്ക വെന്തിട്ടുണ്ട്. ഒന്ന് ഉടക്കണം ചേട്ടാ, നല്ലോണം വെന്തിട്ടുണ്ട് ചേട്ടാ. ഒന്ന് ഉടച്ച് നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. ജീരകവും തേങ്ങയും ഇത് അരക്കാം. നമുക്ക് ജീരകവും തേങ്ങയും അല്പം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കി ഇതിലേക്ക് വീണ്ടും ഒഴിക്കാം. വെള്ളമായി നമ്മൾ ചക്ക എരിശ്ശേരിക്ക് ഇനി ഈ ചക്ക എരിശ്ശേരി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഒന്ന് വേവുന്നവരെ വെക്കാം. കരിവേപ്പില ഇടാം. ഈ സമയത്ത് തന്നെ നമുക്ക് ചക്ക എരിശ്ശേരി തിളക്കുന്നുണ്ട്. ഒന്ന് ഇത് ഇപ്പത്തേക്ക് മാറ്റി നമുക്ക് കടുക് വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് പൊട്ടുമ്പോൾ എരിശ്ശേരി താളിച്ചു. അത് നമുക്ക് ഓഫായ തീ ഓഫ് ചെയ്യാം. പൊട്ടാനിക്ക് താമസം. കടുവെല്ലാം പൊട്ടി. ഇനി നമുക്ക് ഇതിൽ വറ്റൽമുളക് കരിയേപ്പില
ചെറിയ തേങ്ങ ഇടാം. ചെറിയ തേങ്ങ ഇട്ട് ഇതൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റാം. തേങ്ങ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫാക്കി വറുത്തിടാം. ഇതെല്ലാം ഒന്ന് യോജിപ്പിക്കാം. വറുത്തിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചക്ക എരിശ്ശേരി റെഡി ആയിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.